ഹായ് വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജി എസ് ടിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. എന്താണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം? അതായത് ഗുഡ്സിൻ്റെ സിനാരിയോയിൽ ആദ്യമായിട്ടാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജി എസ് ടിയിൽ. ഇതേ സിനാരിയോയിൽ വെച്ചാൽ രജിസ്റ്റേർഡ് ഡീലറും അൺരജിസ്റ്റേർഡ് ഡീലറും തമ്മിലുള്ളൊരു ഡിഫറൻസ് ആണ് ഇവിടെ മെയിനായിട്ട് കാണിക്കുന്നത്. അതായത് രജിസ്റ്റേർഡ് ഡീലറിന് മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് റിവേഴ്സ് ടാക്സ് അടക്കേണ്ടി വരില്ല. ഇതെങ്ങനെ സിനാരിയോ പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഇവിടെ ഒരു സിനാരിയോ ആണ് നമ്മളിവിടെ കാണിക്കാൻ പോണത്. അതായത് ഒരു അൺരജിസ്റ്റേർഡ് ഡീലറാണെന്ന് വിചാരിക്കും. ഞാൻ ഇവിടെ രജിസ്റ്റേർഡ് ഡീലറാണെങ്കിൽ ഞാൻ ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഇത് മേടിക്കുമ്പോൾ ഇയാൾക്ക് എനിക്ക് ബില്ല് തരാൻ സാധിക്കില്ല. അപ്പോൾ ഇയാൾ ഒരു ഓട്ടോമാറ്റിക് ഒരു ആ പ്രൊഡക്റ്റിൻ്റെ വില മാത്രമേ എനിക്ക് തരുള്ളൂ. അതായത് 100 രൂപയാണ് ആ പ്രൊഡക്റ്റിൻ്റെ വില വിചാരിക്കുക. അപ്പോൾ ഞാനിതിൻ്റെ 5% ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ 5% ടാക്സ് അതായത് 5 രൂപ ഞാൻ നേരെ ഗവൺമെൻറ്റിൻ്റെ മെക്കാനിസത്തിലേക്ക് അടയ്ക്കണം. ഇത് കഴിഞ്ഞാൽ ഇത് എനിക്ക് ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് അവിടെ ബ്ലോക്ക് ആയി കിട്ടുന്നുണ്ടാവാം. ഇനി ഈ 5 രൂപ എനിക്ക് റിവേഴ്സ് കിട്ടണമെങ്കിൽ ഞാനിത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡീലർക്ക് വിൽക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് ആളുടെ ബില്ല് ചെയ്യുമ്പോൾ 100 രൂപയ്ക്ക് പ്ലസ് മാർജിനും ചാർജ് ചെയ്തിട്ട് GST ചാർജ് ചെയ്ത് 115.50 കോസ്റ്റ് ആവുമെന്ന് വിചാരിക്കാം. എനിക്ക് ഇതിൽ 5 രൂപ സെറ്റ് ഓഫ് ചെയ്യാൻ ലഭിക്കും. സോ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വലിയൊരു പേപ്പർ വർക്കും അതുപോലെ ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ ഒരു രജിസ്റ്റേർഡ് ഡീലർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. സോ ഇത് വളരെ ടൈം കൺസ്യൂമിങ് ആണ്. അതുപോലെ ഒരുപാട് പേപ്പർ വർക്കും ഒരുപാട് നൂലാമാലകളാണ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് രജിസ്റ്റേർഡ് ഡീലർ നേരിടേണ്ടി വരുന്നത്. എന്തിനായി സിനാരിയോ വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള GST സിനാരിയോയിൽ സെൽഫ് പോളിസിങ് മെക്കാനിസം. അതായത് ഇവിടെ കസ്റ്റമറും സപ്ലയർ തന്നെയാണ് എല്ലാം ക്രോസ് ചെക്ക് ചെയ്യുന്നത്, ഇൻപുട്ട് ക്രെഡിറ്റും ഔട്ട്പുട്ട് ക്രെഡിറ്റൊക്കെ ചെക്ക് ചെയ്യുന്നത്. സോ ഇവിടെ ഓട്ടോമാറ്റിക് രജിസ്റ്റേർഡ് ഡീലർ ഇങ്ങനത്തെ സിനാരിയോസ് ഒഴിവാക്കാൻ വേണ്ടി വളരെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാത്രമേ ബിസിനസ് ചെയ്യുള്ളൂ. സോ കോമൺലി എന്താണെന്ന് വെച്ചാൽ അൺരജിസ്റ്റേർഡ് ഡീലർ ഓട്ടോമാറ്റിക്കായിട്ട് ബിസിനസ് കിട്ടാൻ വേണ്ടി രജിസ്റ്റേർഡ് ഡീലർഷിപ്പിലേക്ക് കിടക്കും. ഇത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ പ്ലാനും. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഗവൺമെൻറ് ഈ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന സിനാരിയോ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ആസ് എ നമ്മൾ ബിസിനസ് രജിസ്റ്റേർഡ് ഡീലറാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണം. അതായത് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുമ്പോൾ രജിസ്റ്റേർഡ് ഡീലറിനെ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നൂലാമാലകൾ അല്ലെങ്കിൽ ഒരുപാട് പേപ്പർ വർക്ക് കുറയ്ക്കാൻ സാധിക്കും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇതുപോലെ കൂടുതൽ GST കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുക. അതേപോലെ GST കോഴ്സിൽ എൻറോൾ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ, സി യു.